ഇവിടെ ഇപ്പോൾ ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പലതരത്തിൽ ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി മുദ്രാവാക്യം വിളിക്കുന്നു. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നതും. എന്തായാലും ഒരു വിഭാഗം ആളുകൾ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഇവിടെ തമ്പടിച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. എന്താണ് ഈ പ്രഖ്യാപനം വൈകുന്നത് എന്നതാണ് ഇവർ ഉറ്റുനോക്കുന്നതും. കാരണം ഇതിനകത്ത് എന്താണ് സർക്കാർ ചെയ്യാൻ പോകുന്ന നടപടി, ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ആ നടപടിക്രമം ഇവിടെ വിശദീകരിച്ചെങ്കിൽ സ്വാഭാവികമായും ഈ സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വരുത്താൻ കഴിയുമായിരുന്നു. ആളുകൾ ഉന്നയിക്കുന്ന ആ ഒരു ഡിമാൻഡിലേക്ക് സർക്കാരും എത്തിയിട്ടുണ്ട്. സർക്കാർ എത്തിയിട്ടുള്ളത് അത് മയക്കുവെടി വെക്കും എന്നുള്ളതല്ല, അത് വെടിവെച്ച് കൊല്ലുമെന്നുള്ള ആ ഒരു തരത്തിലേക്ക് തന്നെയാണ് വനംവകുപ്പ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വെടിവെച്ച് കൊല്ലുമെന്നുള്ള തരത്തിൽ ആ ഒരു പ്രഖ്യാപനം ഇവിടെ വന്നിരുന്നെങ്കിൽ സ്വാഭാവികമായും ഇവിടെ അങ്ങനെ ഒരു പ്രതിഷേധത്തിന് അയവ് വരുത്താൻ കഴിയുമായിരുന്നു. എന്തായാലും ഒരു വിഭാഗം ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നു. എന്തായാലും മുഴുവൻ ആളുകളും പ്രതിഷേധത്തിലാണ്. അത്രയും വളരെ മോശപ്പെട്ട അവസ്ഥയിലാണുള്ളത്. നമ്മൾ പോയി ബോഡി എടുത്ത് കൊടുന്ന ആളാണ്. നമ്മുടെ ഉമ്മമാരോട് പണിക്ക് പോകുന്നതാണ് സ്റ്റേറ്റിൽ. ഈ മന്ത്രി ചർച്ച ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ചർച്ച ചെയ്ത് വന്നൊരു കാര്യം പറഞ്ഞ എന്താണെന്നറിയോ? നമുക്കതിനെ പിടിച്ചിട്ട് വേറെ സ്ഥലത്തോട്ട് മാറ്റാം. പുള്ളിക്ക് അതിനുള്ള അധികാരം ഇല്ലെങ്കിൽ പുള്ളി പറയേണ്ട എന്തായിരുന്നു എന്നറിയോ? നമുക്കതിനെ കൊല്ലാനുള്ള നടപടി സ്വീകരിക്കാം, അല്ലെങ്കിൽ ഇന്ന ആരാണ് അതിന്റെ ചുമതലയുള്ള ആൾക്കാർ അവരോട് നമുക്ക് പറഞ്ഞിട്ട് എന്താക്കാം, അത് റെഡിയാക്കാന്നാ പറയേണ്ടത്. അപ്പൊ ഈ പറഞ്ഞ ചേട്ടൻ പോലെ ആ ബോഡി കാണുകയാണെങ്കിൽ ഒരിക്കലും എന്താക്കൂല എന്നറിയാം, ഇത് പിടിക്കാൻ പോലും കഴിയൂല. അത്രത്തോളം അവസ്ഥയിലാണ് നമ്മൾ ഡിമാൻഡ്. അതിനെ കൊല്ലണം. ഇവിടെ 3 മാസം 4 മാസം DFOയിൽ കയറി ഇറങ്ങി പരാതി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇന്ന പ്രശ്നമുണ്ട്. ഞാൻ ഞങ്ങളുടെ സുഹൃത്തിനെ പന്നി അടിച്ചു, കാട്ടുപന്നി മെയിൻ റോഡിൽ നിന്ന് ഇടിച്ചു, ഒരാഴ്ച അവൻ കിടപ്പിലായി. അതാണ് അവിടുത്തെ ജനക്കൂട്ടത്തോട് അക്കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിനിടയിൽ പോലീസിന്റെ വനം വകുപ്പിന്റെ മഹസർ റിപ്പോർട്ടിലെ ചില വാചകങ്ങളുണ്ട്. അതിങ്ങനെയാണ്: അന്വേഷണത്തിൽ രാവിലെ 8:30 മണിയോടെ ചന്ദ്രൻ തറാട്ട് എന്നവരുടെ വീട്ടിലേക്ക് കാപ്പി പറിക്കുന്നതിനായി അച്ചപ്പൻ ഭാര്യയെ സ്കൂട്ടറിൽ, എന്ന് വെച്ചാൽ രാധയുടെ ഭർത്താവാണ്, സ്കൂട്ടറിൽ എത്തിക്കുകയും വനത്തിലൂടെയുള്ള ഇടവഴി കടന്ന് ചന്ദ്രന്റെ തോട്ടത്തിലേക്ക് ഭാര്യ പോവുകയും ചെയ്തു. തുടർന്ന് 11:15 മണിയോടെ തണ്ടർബോൾട്ട് മൃതശരീരം കാണുകയും വിവരമറിയിക്കുകയും ചെയ്തു. ചന്ദ്രൻ എന്നവരുടെ കൃഷി സ്ഥലത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന് വനത്തിൽ നിന്നും പിടികൂടി ഏകദേശം 6 മീറ്റർ ഉള്ളിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി ശരീരം ഭാഗികമായി ഭക്ഷിച്ച നിലയിലാണുള്ളത്. കടുവയുടെ ആക്രമണത്തിനിരയായ രാധ, അതിൻ്റെ വിവരങ്ങൾ അച്ചപ്പൻ്റെ ഭാര്യയാണ്, കുറിച്യ വിഭാഗത്തിൽപ്പെട്ടയാളാണ് തുടങ്ങിയ കാര്യങ്ങളാണ് വനം വകുപ്പിൻ്റെ മഹസർ റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ വനത്തിലൂടെയുള്ള ഒരു ചെറിയ ഭാഗത്ത് നടന്നു പോകുന്നതിനിടെ കാട്ടിൽ നിന്ന് അവിടെ ഈ കടുവ ആക്രമിച്ച് കൊന്ന് മൃതദേഹം കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയി അത് പാതി ഭക്ഷിച്ച നിലയിലാണ് പിന്നീട് തണ്ടർബോൾട്ടിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയതെന്ന് വനം വകുപ്പ് തന്നെ അറിയിക്കുന്നുണ്ട്.